ഇനിയും ഒരുപാട് കാലോചിതമായ പുരോഗതികൾ ഇവിടെ ആവശ്യമാണ്. അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറയുമ്പോൾ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കുന്ന ഒരു തിയറി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം. ഇൽമ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടുന്ന വിഷയം നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. മനഃശാന്തി, മനസ്സിൻ്റെ ശാന്തി അല്ലെങ്കിൽ സമാധാനം. അപ്പോൾ മനസ്സിൻ്റെ സമാധാനവും അതിൻ്റെ ശാന്തിയും സ്വസ്ഥതയും സാധ്യമാക്കാൻ പരിശുദ്ധ ഖുർആനിനെ നമുക്കെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് ചർച്ച ചെയ്യേണ്ടത്. അഞ്ചു 10 മാസം മുമ്പ് കൊറോണയുടെ ഭീകരത നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ഇന്നിപ്പോൾ ഏകദേശം ജനങ്ങൾ അതിൻ്റെ ഒരു പേടിയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പതുക്കെ പതുക്കെ മുക്തി നേടി വരികയാണ്. നിങ്ങൾ ഓരോരുത്തരും, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്കൂ. കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് നാട്ടിലാകെ ഭീതി വളർത്തി. നമ്മളിൽ ഓരോരുത്തരും എന്തുമാത്രം പേടിച്ചിട്ടുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. ഈ ഇരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും കൊറോണ സംബന്ധമായ വാർത്തകൾ പത്രങ്ങളിലൂടെ, മൊബൈൽ ഫോണിലൂടെ, മറ്റ് സംവിധാനങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ കൂടിയിരിക്കാൻ പറ്റുമായിരുന്നു. മസ്ജിദുകൾ അടക്കപ്പെട്ടു പോയില്ല. ആരാധനാലയങ്ങൾ അടച്ചിടപ്പെട്ടു, വിദ്യാലയങ്ങൾ അടച്ചിടപ്പെട്ടു. മനുഷ്യജീവിതം പല രൂപത്തിലും സ്തബ്ധമായി, സ്തംഭിച്ചുപോയി. ഇനി എന്തായിത്തീരുമെന്നറിയാത്ത ഒരു ഭീകരമായ അവസ്ഥ നമ്മളിൽ പലരും നേർക്ക് നേരെ കണ്ടവരാണ്. പക്ഷെ കേട്ട അത്രത്തോളം വലിയൊരു മാരകമായ അവസ്ഥയൊന്നും കൊറോണ സംബന്ധമായ വൈറസ് മാനവിക സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അനുഭവത്തിലൂടെ. ഒരു പക്ഷേ ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടറിഞ്ഞതുപോലെ, മനസ്സിലാക്കിയതുപോലെ അത്രമാത്രം ഭീകരമായി മനുഷ്യനുമേൽ ഇത് സംഹാര താണ്ഡവമാടിയിട്ടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തുമാത്രം പേടിച്ചിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആ അവസ്ഥയെ ഓർമ്മിക്കണം. അള്ളാഹു അത്തരം ഭീകരമായ അവസ്ഥകളെ തൊട്ട് നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കട്ടെ. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രത്യേക വിഷയമാണ് കൊറോണ ഇഷ്യൂ വന്നത് കാരണം ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. ആത്മഹത്യകൾ ഉണ്ടായി. കണ്ണൂർ ജില്ലയിലെ വളവട്ടണം പുഴയിൽ, വളവട്ടണം പാലത്തിന് മധ്യേ ഓട്ടോ വെച്ചുകൊണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജീവിതം ഇനി എന്താകുമെന്നറിയാതെ, കാരണം ടൗണിൽ ആളുകൾ ഇറങ്ങാത്തത് കൊണ്ട് ഈ ഓട്ടോ ഡ്രൈവർക്ക് ഓട്ടം ലഭിക്കുന്നില്ല. അപ്പൊ താനും കുടുംബവും അടങ്ങുന്ന 3-4 പേരുടെ നിത്യവൃത്തി കഴിയാൻ വഴിയില്ലാതെ വന്നപ്പോ അദ്ദേഹം ആത്മഹത്യയെ ആശ്രയിച്ചു. അങ്ങനെ എത്ര പേരാണ്? ഈ കാലത്തിന്റെ ഒരു പ്രശ്നം കൂടി ഞാൻ അതിനിടയിൽ പറയട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടി ഇതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ്. എന്താണത്? നമ്മുടെ സമൂഹം, ഈ ജനറേഷൻ, അതായത് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ പുതിയ സമൂഹം ജീവിതത്തെ പരമാവധി ആസ്വദിക്കുക എന്ന കോൺസെപ്റ്റ് ഉള്ളവരാണ്. എന്ന് വെച്ചാൽ ജീവിതം അടിച്ചു പൊളിക്കുക എന്നുള്ള ഒരു തിയറിയും സിദ്ധാന്തവും ഉള്ളവരാണ്. അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ജീവിതം പരമാവധി ആഘോഷിക്കുക.
ഞാനൊരു കാര്യം കൂടി ചേർത്ത് പറയാണ്. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു, സാധാരണ രൂപത്തിലേക്ക് മാനുഷിക ജീവിതം തിരിച്ചു വന്നു. അപ്പോഴേക്കും നമ്മുടെ കല്യാണവും കല്യാണത്തിന് മുമ്പുള്ള ചടങ്ങുകളൊക്കെ പഴയ പോലെയോ അതിനേക്കാൾ കെങ്കേമമോ ആയില്ലേ? ആയി. പഴയതിനേക്കാൾ കേമമായി. ഒരുപാട് നാശങ്ങൾ, ഒരുപാട് അപകടങ്ങൾ ചുറ്റുപാടിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നറിയുമ്പോഴും നമ്മുടെ ആളുകൾക്ക്, അതായത് ഈ മതപ്രബോധന വേദികളിലും ആത്മീയ സദസ്സുകളിലും ദിക്ർ ഹൽഖകളിലും സ്വലാത്ത് മജ്ലിസുകളിലും ഇരിക്കുന്ന നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും ജീവിതത്തിന്റെ ചില കാര്യങ്ങളിൽ അടുക്കും ചിട്ടയും വന്നിട്ടില്ല എന്നാണ് കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. മനസ്സിലാക്കണം. ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്ക് ഈ സദസ്സിൽ എല്ലാവരും ഒന്നുകൂടി കേൾക്കാൻ പറയുവാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്ന, സന്തോഷകരമാക്കി തീർക്കുന്ന, മനസ്സിലെപ്പോഴും ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാം. പെൺകുട്ടികളാണ് അപ്പൊ ഇസ്ലാം, നിങ്ങൾ ഇതിങ്ങനെ പഠിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തെ മനോഹരമാക്കുന്ന, സന്തോഷകരമാക്കുന്ന, ആനന്ദകരമാക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ്. സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികൾ വല്ലാതെ സംസാരിക്കുന്നുണ്ട്. ഒന്നുകിൽ നമ്മുടെ ഭാരവാഹികൾ നേരിട്ട് അതിൽ ഇടപെടണം, അല്ലെങ്കിൽ ആരുടെ അടുത്ത് നിന്നാണോ സംസാരം വരുന്നത് ആ സഹോദരിമാർ ആ കാര്യത്തിൽ ഇടപെടണം. കാരണം വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ ഈ സദസ്സിന് പഠിപ്പിക്കുക എന്നൊരാഗ്രഹം കൂടി ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതിൽ എനിക്കുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഞാനൊരു മസ്ജിദിൽ ജോലി ചെയ്യുന്ന ഇമാമല്ല, ഒരു പള്ളി ഇമാമല്ല, സ്ഥിരമായി മതപ്രബോധനം നടത്തുന്ന ഒരു പ്രസംഗകനുമല്ല. ഞാൻ ജോലി ചെയ്യുന്നത്, ഞാനിപ്പോ ഇവിടത്തേക്ക് വന്നത് കുറെ രോഗികളെ ചികിത്സിച്ചിട്ടാണ്. അപ്പൊ എൻ്റെ ജോലി ചികിത്സയാണ്. അപ്പൊ എൻ്റെ ജീവിതം രോഗികളോടൊപ്പമാണ്. പലരും കാലങ്ങളായി രോഗമുള്ളവരാണ്. 10 വർഷമോ 20 വർഷമോ ഒക്കെ ആയി രോഗമുള്ളവരാണ് എനിക്കറിയാവുന്ന മിക്ക രോഗികളും. ഇവരിൽ പലരും പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിക്കുന്നവരാണ്, നല്ല കഴിവുള്ള ഡോക്ടർമാരെ കാണിക്കുന്നവരാണ്. മംഗലാപുരത്തോ കോഴിക്കോടോ ചിലപ്പോ മദ്രാസിലോ ഒക്കെ പോയി വളരെ പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിക്കുന്നവരാണ്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്നെ കാണിക്കാൻ വന്ന രോഗികളോട് ഞാൻ ചോദിക്കാറുണ്ട്, എത്ര കാലമായി രോഗം? അതിപ്പോ 10-20 കൊല്ലായി. അങ്ങനെ ഒരു ഒഴുക്കം മട്ടത്തിലാ പറയാം. അതിപ്പോ ഒരു 10-20 കൊല്ലായി രോഗമായിട്ട്. ചില ആള് പറയും 10 കൊല്ലത്തോളമായി, ചില ആള് പറയും 5 കൊല്ലത്തോളമായി, ചില ആള് പറയും 2 കൊല്ലത്തോളമായി രോഗത്തിലാണ്. മനസ്സിലാക്കണം, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഒരുപക്ഷെ നമ്മളിൽ പലരും അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഇന്നത്തെ ദിവസം ലഭിച്ചേക്കും. കാലങ്ങളായി രോഗം എന്തുകൊണ്ട് ശിഫയാവുന്നില്ല? ഒരുപാട് കാലമായല്ലോ ഡോക്ടേഴ്സിനെ കാണുന്നു. എത്ര കാലമായി മജ്ലിസുൻ നൂറിന്റെ സദസ്സിലിരിക്കുന്നു, എത്ര പേർക്ക് രോഗം ശിഫയായി? എത്ര കാലമായി രോഗം ശിഫയാകണമെന്ന് ആഗ്രഹിച്ച് സലാത്തിന്റെ മജ്ലിസിലിരിക്കുന്നു, പലർക്കും ശിഫയായി. എനിക്കെന്താണ് രോഗം ശിഫയാവാത്തത്? ഒരു വീട്ടിൽ തന്നെ 3, 4, 5 രോഗികളാണ് പ്രിയപ്പെട്ടവരെ. പ്രതിമാസം ആയിരക്കണക്കിന് രൂപയുടെ മരുന്നാണ് പലരും കഴിക്കുന്നത്. അപ്പൊ നിങ്ങളിൽ ഓരോരുത്തർക്കും ആവശ്യമുള്ള, ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യമുള്ള
അതായത് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആവശ്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നും നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് ഈ വിഷയം ആവശ്യമാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കിത് ആവശ്യമാണ്. സുലഭമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. സുലഭമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന്, യാത്രക്ക് നല്ല സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കണം. ഭക്ഷണം സുലഭമായി ലഭിക്കുന്നു, യാത്ര സുഗമമാണ്. രോഗം വരുന്നതിന് മുമ്പ് തന്നെ രോഗം വരുമോ എന്ന് കണ്ടെത്താനുള്ള മെഡിക്കൽ ടെസ്റ്റുകളുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില ആളുകളൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്നാൽ ചില ആളുകൾ 6 മാസത്തിലൊരിക്കൽ എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് പോകും. ചില ഹോസ്പിറ്റലുകളിൽ ഹോൾ ബോഡി ചെക്കപ്പ് സൗകര്യമുണ്ട്. ശരീരത്തിൽ എവിടെ രോഗമുണ്ട് എന്ന് കണ്ടെത്താനുള്ള ചെക്കപ്പ് സംവിധാനമുണ്ട്, ലാബുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നിരന്തരം രോഗങ്ങൾ വർദ്ധിക്കുന്നു. ഒരു കുറവില്ല. വളരെ ഗൗരവത്തോടെ ആലോചിക്കണം നിങ്ങളിൽ ഓരോരുത്തരും. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾക്കിടയിൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവാണ്. ഇല്ലേ? ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ ഗവൺമെന്റ് തലത്തിലും അല്ലാതെയും നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട്. എയ്ഡ്സിനെതിരെ ബോധവൽക്കരണമുണ്ട്, ക്യാൻസറിനെതിരെ ബോധവൽക്കരണമുണ്ട്, പക്ഷാഘാത രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണമുണ്ട്. എന്നിട്ടും പിന്നെയോ ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിലോ ആത്മീയ സദസ്സുകൾ, ഉറൂസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വലാത്തിന്റെ മജ്ലിസ്, ദിക്ർ ഹൽക്കകൾ, മജ്ലിസുന്നൂറിന്റെ സദസ്സ്, ഹദ്ദാദ് റാത്തീബിന്റെ സദസ്സ് എന്ന് വെച്ചാൽ ആത്മീയമായും ഭൗതികമായും, ശ്രദ്ധിക്കണം നിങ്ങൾ, ആത്മീയമായും ഭൗതികമായും സർവ മുസീബത്തുകളെ തൊട്ടും ബലാകളെ തൊട്ടും ആഫാത്തുകളെ തൊട്ടും ആഹാത്തുകളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും ദണ്ണം സൂര്യം. നമ്മൾ മജ്ലിസുന്നൂറിൽ നമ്മൾ ആലപിക്കുന്ന ഒരു വരിയാണത്. കാവലിനെ ചോദിക്കുകയാണ്. എന്നിട്ടും എന്താണ് എന്റെ ചോദ്യം ഇതാണ്, എന്നിട്ടും എന്താണ് നമ്മളിൽ രോഗികൾ ഇത്രയും കൂടിയത്? ആൻസർ പറയാം, നിങ്ങൾക്ക് ഉത്തരം പറയാം. എന്നിട്ടും എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇത്രയും രോഗികൾ കൂടിയത്? ഒന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിക്കാറുണ്ട്. കൃത്യമായി ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ് എല്ലാ ടെസ്റ്റും ചെയ്യാറുണ്ട്. എല്ലാം കൃത്യമാണ്. മെഡിസിൻ കഴിക്കുന്നത് കൃത്യമാണ്. എന്നിട്ട് ചോദ്യം ശ്രദ്ധിക്കൂ നിങ്ങൾ. എന്നിട്ടെന്താണ് നിങ്ങളുടെ രോഗം ശിഫയാവാത്തത്? സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ ഈ സദസ്സിലെടുത്തു വെക്കാൻ. ഇന്നല്ലാഹ അസ്സ വജല്ല ലം യുനസ്സിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാ. അല്ലാഹു മനുഷ്യകുലത്തിനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ഈ സദസ്സിൽ രോഗികളുണ്ടെങ്കിൽ ആദ്യം ഇത് ശ്രദ്ധിക്കേണ്ടതവരാണ്. അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. അപ്പൊ രോഗം അല്ലാഹു ഇറക്കുന്നതാണ്. അല്ലാഹുവിൽ നിന്ന് രോഗം ഇറങ്ങുന്നു. അല്ലാഹു രോഗത്തെ ചില ആളുകൾക്ക് ഇറക്കി കൊടുക്കുന്നു. അതെന്തിനാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. ചില ആളുകളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ. അങ്ങനെയുണ്ട്. രോഗം വന്നാൽ ജീവിതത്തിൽ ഒരു നിയന്ത്രണം വരാറുണ്ട് ചില ആളുകൾക്ക്. അപ്പൊ അല്ലാഹു രോഗത്തെ ഇറക്കുന്നു. എന്നാൽ ചില ആളുകൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്. അത് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അത്തരം ആളുകളിലേക്ക് അല്ലാഹു രോഗം കൊടുക്കുന്നത് അവരുടെ ദറജയെ വർദ്ധിപ്പിക്കാൻ. അവര് ദാക്കിരീങ്ങളാണ്. ശ്രദ്ധിക്കണം നിങ്ങള്, അവര് ദാക്കിരീങ്ങളാണ്. ഈ ദേശത്തുകാർക്ക് പരിചയമുള്ള മഹാൻ
മഹാനായ മൂരിയാട് ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹ് വനഫഅനാ ബിഉലൂമിഹി ആമീൻ. ആ മഹാനുഭാവൻ നമ്മളിൽ നിന്ന് പിരിഞ്ഞിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അമ്പിയാക്കൾക്ക് വരുന്നത് പോലെ, ഔലിയാക്കൾക്ക് വരുന്നത് പോലെ കഠിനമായ പരീക്ഷണത്തിന്റെ രോഗം അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അത് പരീക്ഷണത്തിന്റെ രോഗമാണ്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതുപോലെ മനസ്സിലാക്കണം, സാധാരണക്കാരിലേക്ക് വരുന്നത് പോലെയുള്ള രോഗം ഉഖ്റവിയായ ഉലമാക്കളിലേക്ക് വരൂല. 10,000 പണ്ഡിതന്മാരുടെ ഗുരുവായ മൂരിയാട് ഉസ്താദ് എന്ന മഹാനവറുകൾ, എത്ര ആളുകൾക്ക് അദ്ദേഹം അനുഗ്രഹമായിരുന്നു, എത്ര ദേശത്തിന് അദ്ദേഹം അനുഗ്രഹമായിരുന്നു. അദ്ദേഹം വഫാത്തായി മറവിട്ട് കിടക്കുന്ന മണ്ണിൽ ഇപ്പോഴും ഒരു സെക്കൻഡ് പോലും മനുഷ്യ പെരുമാറ്റം ഒഴിയുന്നില്ല. പോയാളല്ലേ ഇരിക്കുന്നത്. ഏതെങ്കിലും ഒരു സമയം അവിടുന്ന് ആൾ ഒഴിയുന്നുണ്ട്. എപ്പോഴും അവിടെ ഖുർആൻ പാരായണവുമായിട്ട് ആളുകളല്ലേ. ജീവിച്ചിരിക്കുമ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിൽ, വഫാത്തായി പിരിഞ്ഞിട്ടും ആൾക്കൂട്ടത്തിന് നടുവിലാണ്. അല്ലാഹു ആ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പൊ അല്ലാഹുവിൽ നിന്ന് രോഗം ഇറങ്ങും. മാ അൻസലല്ലാഹു ദാഅൻ. അപ്പൊ വിഷയം എന്താണ്? അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കുന്നില്ല. ഇത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കുന്നില്ല. ഇത് രോഗികൾ പഠിക്കണം. എന്തിനു ശേഷമല്ലാതെ ഇല്ലാ അൻസല ലഹു ശിഫാ ഔ കമാ ഖാൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സന്തോഷകരമായ വാർത്തയാണിത്! എത്ര സന്തോഷകരമായ വാർത്തയാണ് മുഅ്മിനീങ്ങളെ ഇത്! അല്ലാഹു ഒരു രോഗത്തെയും മനുഷ്യനുമേൽ ഇറക്കിയിട്ടില്ല. ഇല്ലാ, ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഇല്ലാ അൻസല ലഹു ശിഫാ. ഈ ഹദീസ് പാരായണം ചെയ്താൽ രോഗം ശിഫയാവും. നല്ല വാക്ക് പറയലിലൂടെ രോഗം ശിഫയാകും. അങ്ങനെയുണ്ട്. ഒരു രോഗി തന്റെ രോഗം ശിഫയാവണമെന്നുദ്ദേശിച്ച് നല്ല വർത്തമാനം പറഞ്ഞാൽ, അതുകൊണ്ടല്ലേ സൂക്കേട് പിടിച്ചവർക്ക് ദേഷ്യം പിടിക്കരുതെന്ന് പറയുന്നത്. പല രോഗികൾക്ക് സൂക്കേട് മാറാത്തത് എന്തുകൊണ്ടാ? ദേഷ്യം പിടിക്കണോണ്ട്. അങ്ങനെയുണ്ട്. സൂക്കേട് വന്നാലാ ദേഷ്യം കൂടുക. ചില കുടുംബക്കാര് രോഗികളോടൊപ്പം വന്നിട്ട് പറയും, ഉപ്പാന്റെ ദേഷ്യമാണ് സഹിച്ചുകൂടാൻ പറ്റാത്തത്. ഇത് നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിക്കാൻ പറയണല്ല കേട്ടോ. ചിലപ്പോ സൂക്കേട് പിടിച്ച ആൾ ഈ കൂട്ടത്തിലുണ്ടാവും. നേരം വെളുത്ത് ഉറങ്ങുന്നതിന് മുമ്പ് 101 ദേഷ്യം പിടിക്കുന്ന ആൾ ഈ സദസ്സിൽ ഉണ്ടാവും. ഓറെ കെട്ടിയോളം അപ്പുറം ഇരിക്കുന്നുണ്ടാവും. ഓളെ മുമ്പ് തന്നെ ഇത് പറയേണ്ടി വരും. ഇത് ചില മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സദസ്സാണ്. നിങ്ങൾ കുറെ കാര്യം കേട്ടിട്ട് പോവാ, ഞാനിത് പറഞ്ഞിട്ട് പോവാ, ഫായിദയില്ല. ഇത് ചില മാറ്റങ്ങൾക്കുള്ള സദസ്സാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ. അള്ളാഹ് ഈ മോമിനിങ്ങളെ പരിഗണിച്ചിട്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ കാര്യങ്ങളെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, രോഗം പ്രത്യേകമായി ശിഫയാകുന്ന മാസമാണിത്, ശഅബാൻ. ഈ ശഅബാനിന്റെ ഒരു പ്രത്യേകത അറിയുമോ? ശഅബാൻ ബാക്കി 11 മാസങ്ങളെക്കാൾ രോഗം ശിഫയാവാൻ സഹായിക്കുന്ന മാസമാണ്. എങ്ങനുണ്ട്? ഈ ശഅബാന്റെ പ്രത്യേകത എന്താണ്? മറ്റ് 11 മാസങ്ങളെക്കാൾ രോഗികൾക്ക് അനുഗ്രഹീതമാണ് ഈ മാസം. ശഅബാനു ശഹ്രി മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടായിരിക്കും? എന്റെ മുഅ്മിനീങ്ങളെ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ എന്റെ മാസമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിക്ക്, എന്തുകൊണ്ടായിരിക്കും? അന റഹ്മത്തുൽ ലിൽ ആലമീൻ. ഈ ലോകത്തിന് മുഴുക്കയും ഞാൻ അനുഗ്രഹമാണ്. അപ്പൊ ശഅബാന്റെ മുബാറക്കിന് പിന്നിൽ ശഅബാൻ ബർക്കത്തുடைய മാസമാണ്. ശഅബാൻ എന്ന് പറയുന്നത് നിങ്ങളിലെ ഗുണങ്ങൾ വർദ്ധിക്കുന്ന മാസമാണ്. കണ്ണിന്റെ കാഴ്ച കൂടുന്ന മാസം, ചെവിയുടെ കേൾവി ശക്തി കൂടേണ്ട മാസം, ഹൃദയത്തിന്റെ പ്രവർത്തനം നന്നാവേണ്ട മാസം, കരളിന്റെ ആരോഗ്യം വർദ്ധിക്കുന്ന മാസം, മസിലുകളുടെ, പേശികളുടെ, നെർവസുകളുടെ, ഞരമ്പുകളുടെ, നാഡികളുടെ ബലം കൂടുന്ന മാസമാണ് ശഅബാൻ. ഈ അടുത്ത ഒരു വർഷം മുന്നേ മരിച്ചുപോയ
ലോക പ്രശസ്തനായ വൈദ്യശാസ്ത്ര പണ്ഡിതനുണ്ട്, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയിലൂടെ തന്റെ ക്യാൻസർ ശിഫയായത് കാരണം ക്യാൻസർ രോഗ ചികിത്സയിൽ ഡബിൾ ഡിഗ്രിയുള്ള അതിവിദഗ്ധനായ ഓങ്കോളജിസ്റ്റാണ്, ക്യാൻസർ രോഗ ചികിത്സകനാണ്. സയ്യിദ് ഹാഷിം സ്വദിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മലേഷ്യക്കാരനാണ്. മനസ്സിലാക്കണം നിങ്ങൾ, മലേഷ്യയിൽ ക്യാൻസർ രോഗ ചികിത്സയിൽ കഴിയുന്ന അതിവിദഗ്ധനായ ക്യാൻസർ രോഗ ചികിത്സകൻ, ഓങ്കോളജിസ്റ്റ്. അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചു പോയി. അല്ലാഹുവേ, അത്തരം മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളുടെ ശരീരത്തെയും അതിമാരകമായ സർവ്വ ക്യാൻസറുകളെ തൊട്ടും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ബിമഹ്ലി ഫളിക വകറമിക വജൂദിക വഇഹ്സാനിക യാ അക്രമൽ അക്രമീൻ വയാ അജ്വദൽ അജ്വദീൻ വയാ നാസിറൽ മസാകീൻ. ഭീകരമായ ഭയാനകമായ രോഗമാണ് ക്യാൻസർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അറിയില്ല